ആവേശക്കൊടുമുടിയിൽ ഇന്ന് ഇന്ത്യ പാക് ഫൈനൽ. കിരീടം നിലനിർത്തി 9ാം ചാമ്പ്യനാകാൻ ഇന്ത്യ ഇറങ്ങുമ്പോൾ ഏഷ്യാകപ്പിലെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിലായിരിക്കും പാകിസ്ഥാൻ. ഇന്ന് രാത്രി 8-ന് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് പൂട്ടിപ്പാറുന്ന കലാശപ്പോര്. 41 വർഷത്തെ ഏഷ്യാകപ്പ് ചരിത്രത്തിൽ ആദ്യമായി വൻകരയിലെ ക്രിക്കറ്റ് വൻശക്തികളായ ഇന്ത്യയും പാകിസ്ഥാനും ഇന്ന് കലാശപ്പോരിൽ നേർക്കുനേരെത്തുന്നു. ഒരു മത്സരത്തിലും മുട്ടുമടക്കാതെയാണ് സൂര്യകുമാർ യാദവിന്റെ കുട്ടികൾ 9ാം ഏഷ്യൻ കിരീടം തേടി പാഡ് കെട്ടുന്നത്. രണ്ടാഴ്ചക്കിടയിൽ 2 തവണ പാകിസ്ഥാനെ തകർത്ത ആത്മവിശ്വാസം ഇന്ത്യക്ക് എല്ലാ അർത്ഥത്തിലും ഫൈനലിൽ മേൽക്കൈ നൽകുന്നുണ്ട്. ടൂർണമെന്റിൽ 309 റൺസ് എടുത്ത് റൺവേട്ടയിൽ ഒന്നാമതുള്ള അഭിഷേക് ശർമ്മയും 13 വിക്കറ്റ് എടുത്ത് ബൗളിംഗ് കരുത്തിൽ മുന്നിലുള്ള കുൽദീപ് യാദവുമാണ് ഇന്ത്യൻ തുറുപ്പുചീട്ടുകൾ. പക്ഷേ അഭിഷേകിന്റെയും പാണ്ഡ്യയുടെയും പരിക്ക് ആശങ്ക ഉയർത്തുന്നുണ്ട്. ശ്രീലങ്കയ്ക്കെതിരെ ക്രീസിലും ഫീൽഡിംഗിലും തിളങ്ങിയ സഞ്ജു സാംസന്റെ ഫൈനൽ പ്രകടനത്തിനു കൂടി കാത്തിരിക്കുകയാണ് മലയാളി ആരാധകർ. ബംഗ്ലാദേശിനെ 11 റൺസിന് തോൽപ്പിച്ചാണ് പാകിസ്ഥാൻ ഫൈനലിലെത്തുന്നത്. ഫോമിലുള്ള ഷഹീൻ അഫ്രീദിയിലും റൌഫിലുമാണ് ടീമിന്റെ പ്രതീക്ഷ. ബാറ്റിംഗ് നിര ശക്തമല്ലെങ്കിലും ടൂർണമെന്റിൽ ഇതുവരെ ഇന്ത്യയോട് മാത്രമാണ് പാക് ടീം പരാജയപ്പെട്ടത്. ഫൈനലിൽ ഇതിന് കണക്ക് തീർക്കാനാകുമോ എന്നറിയാനും 2014 കൈവിട്ട കപ്പ് തിരിച്ചു പിടിക്കാനുമായിരിക്കും ഇന്ന് പാകിസ്ഥാന്റെ ശ്രമം. ഹസ്തദാന വിവാദത്തിന് പിന്നാലെ പഹൽഗാം പരാമർശവും അംഗവിക്ഷേപങ്ങളും അവയ്ക്ക് ലഭിച്ച ICC പിഴയുമൊക്കെയായി കളത്തിനു പുറത്തെ കളികൾ കൊണ്ടും ഇന്ത്യ പാക് കലാശപ്പോര് എക്കാലത്തെയും പോലെ ഇക്കുറിയും കൂടുതൽ ശ്രദ്ധേയമാണ്. ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്.